ഹായ് മുത്തുമണീസ്, ഇന്ന് നമ്മൾ നല്ല ഒരു അടിപൊളി ബീഫ് കറിയും നെയ്പ്പത്തിരുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് പൊടി വറുത്തിട്ട് കുക്കറിൽ വെക്കുന്നതാണ്. സിമ്പിളായിട്ടുള്ള ഒരു മടിയന്മാർക്കുള്ള ഒരു ബീഫ് കറി എന്നും പറയാം. പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഉണ്ടാക്കി നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് വളരെ അടിപൊളി ടേസ്റ്റാണ്. സ്മെല്ലൊക്കെ നല്ല ഇതാണ്. അപ്പോൾ ആദ്യം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഓയിൽ വെച്ച് അപ്പോൾ വേണ്ട മസാലപ്പൊടിയൊക്കെ ഇട്ടു. അത് എന്താക്കി ഇത് ബീഫ് മസാല, മുളകിൻ്റെ പൊടി എല്ലാം ഇട്ട് നല്ലോണം നമ്മൾ പൊരിഞ്ഞ് വരണം. കണ്ടില്ല നിങ്ങൾ, ഈ മസാല ഈ പരുവത്തിൽ വരണോ എല്ലാം. എന്നിട്ടാണ് നമ്മൾ ഈ തക്കാളി, ഉള്ളി എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ഇട്ട് ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കിയിട്ട് അതിൽ ഇത്തിരി ഉപ്പ് ഇട്ട് ആദ്യം ഞാൻ കുക്കർ പൂട്ടിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. അതിന് ശേഷമാണ് ഞാൻ പിന്നെയും തുറന്ന് ഉപ്പ് ഇട്ടു. എന്നിട്ട് വെള്ളമൊക്കെ ഒരു ഗ്ലാസ് ഒഴിച്ചു അങ്ങ് കുക്കർ വിസിലടിക്കുക. ഒരു 4 വിസിലടിച്ചാൽ ഓക്കെ ആയി. അപ്പോൾ ഇനി നെയ്പ്പത്തിനുള്ള ഉള്ളിയൊക്കെ അറിയുന്നുണ്ട്. ഉള്ളി കട്ട് ചെയ്തു. അപ്പോൾ തേങ്ങ അല്ലേ ചിരണ്ട ഭയങ്കര മടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ച് ഇങ്ങ് എടുക്കും. അതാണ് ഈസിയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ഇടയായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടു മിക്സിയിൽ നമുക്ക് പേസ്റ്റ് ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി പെരിഞ്ചീരകമൊക്കെ ഇട്ടു നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ അരി ആദ്യം തന്നെ വെള്ളത്തിൽ പുതർത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളം തെളിച്ച വെള്ളത്തിലാണ്. അപ്പോൾ അതും അങ്ങ് മിക്സിയിൽ അരച്ചെടുത്ത് നന്നായിട്ട് മിക്സാക്കി. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് പാകത്തിന് മിക്സാക്കി അത് അവിടെ വെച്ചു. അപ്പോൾ നെയ്പ്പത്തിന് വേണ്ട ഓയിൽ അടുപ്പത്ത് വെച്ച് നെയ്യ് അങ്ങ് ചൂടായി. നെയ്യ് നല്ലോണം ചൂടാണ്, അല്ലെങ്കിൽ ഈ നെയ്യ് അങ്ങനെ ഈ നെയ്പ്പത്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പം നന്നായിട്ടൊരു ബോൾസൊക്കെ പിടിച്ചു. അത് പരുത്തി നമ്മൾ കുറച്ച് കട്ടിയൊക്കെ വേണം, എന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. പൂരി എന്താ പറയുക, ബുഷെന്ന് വരുന്ന പോലെ പൊന്തി വരും ഗൈസ്. നല്ല അടിപൊളിയാണ്. അപ്പം നെയ്യൊക്കെ ചൂടായി. അങ്ങനെ നമ്മൾ നെയ്പ്പത്തിരിൻ്റെ പത്തിരി അങ്ങ് അടുപ്പത്തിട്ടു. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാൻ ബുഷെന്ന് വരുന്നത് നിങ്ങൾക്ക് കാണണ്ടേ. ഇത് കണ്ടില്ലേ, നിങ്ങൾ നല്ല പൂരി പൊന്തുന്ന പോലെ പൊന്തു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം. എന്താണെന്ന് പൊന്തി വരുന്ന സമയത്ത് ഒരു ഇതുണ്ട്, ആ പൊന്തി വന്ന ഭാഗം വേഗം മറിച്ചിടണം, എന്നാൽ പിന്നെ നെയ്യൊക്കെ പിടിക്കൂല. അങ്ങനെ നമ്മൾ നെയ്പ്പത്തിരി റെഡിയായി. ബീഫ് കറി അങ്ങനെ റെഡിയായ സമയത്ത് നല്ല എരിവാണുള്ളത്. അപ്പോൾ ഞാനെന്താ ചെയ്തെന്നാൽ, അപ്പോൾ നല്ലോണം മിക്സാക്കി കുറച്ച് എരിവുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിക്കില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്താക്കി, കുറച്ച് തേങ്ങാപ്പാലെടുത്ത് അതിൽ ഒഴിച്ച് പിന്നെ പറയേണ്ട ഉള്ളതിനെക്കാട്ടി ഭയങ്കര ടേസ്റ്റായി. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി തിളച്ച് വരുന്ന സമയത്ത് കരിവേപ്പിലയും മല്ലിയിലയും മുറിച്ചിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ ബീഫ് കറി റെഡിയായി, നെയ്പ്പത്തിരി റെഡിയായി. നമുക്ക് ഇനി കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. ഇതിന് സെപ്പറേറ്റ് വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാനും മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ ഇനിയും സപ്പോർട്ടൊക്കെ തരണേ. അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട്, നിങ്ങളും പോയിട്ട് കഴിച്ചോ. അപ്പോൾ ബൈ ഗൈസ്, മീൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം.